മോളിക്കുട്ടിയെ, അമ്മച്ചി ഇവിടെ ഇല്ല. ഏലിയമ്മ ചേട്ടത്തി എവിടെ പോയി? അപ്പച്ചനും അമ്മച്ചിയും കൂടെ പറമ്പില. സൂസി കുഞ്ഞോ? സൂസി കോളേജിൽ പോയി. ഞാൻ ഇന്നലെ ഒരുപാട് കാര്യങ്ങളൊക്കെ ആലോചിച്ച് രാത്രി കിടന്ന് ചില നല്ല സ്വപ്നങ്ങളൊക്കെ കണ്ട് ഉറങ്ങിയപ്പോ അങ്ങ് ലേറ്റായി പോയി. അതാ എഴുന്നേക്കാൻ താമസിച്ചത്. മോളിക്കുട്ടി ഇന്നലെ ഉറങ്ങി കാണത്തില്ല ഇല്ലയോ? ഞാൻ നല്ല അസലായിട്ട് ഉറങ്ങി. ഒത്തിരി നാളുകൂടി മനസമാധാനായിട്ടൊന്ന് ഉറങ്ങിയത് ഇന്നലെയാ. അതെ, ഇനിയിപ്പോ ഒരു മനസമാധാനക്കേടിന്റെ ആവശ്യമില്ലല്ലോ. ജീവിതം എന്ന് പറയുമ്പോ നമുക്കൊരു വിവാഹ ജീവിതവും മനസ്സിന് ഇഷ്ടപ്പെട്ട സ്ത്രീയെ പുരുഷൻ കണ്ടെത്തുക, അങ്ങനെ വരുമ്പോ പുരുഷന് രാത്രി ഉറങ്ങാൻ പറ്റില്ല എന്ന് വരും. പക്ഷെ ഇഷ്ടപ്പെട്ട പുരുഷനെ കണ്ടെത്തിയ സ്ത്രീ മനസമാധാനത്തോടെ കിടന്നുറങ്ങും. അതാ അതിന്റെ ഒരു സൈക്കോളജി. എന്റെ കൂടെ ജയിലിൽ ഒരു സൈക്കോളജി പ്രൊഫസർ ഉണ്ടായിരുന്നു, പുള്ളി പറഞ്ഞതായിരുന്നു. അയ്യോ, സമയം അങ്ങ് പോയി. ഇനിയിപ്പോ ജംഗ്ഷനിൽ ചെന്ന് കാപ്പി കുടിച്ചിട്ട് വരാം. കാപ്പി എന്നെ തീരുപ്പുണ്ടോ മോളിക്കുട്ടി? ഉണ്ടായിരുന്നു, തീർന്നുപോയി. കട്ടൻ കാപ്പി ആയാലും മതി. ഇല്ല. തീപ്പെട്ടിയില്ല. ടീ ഉണ്ടോ മോളിക്കുട്ടി? വീടിക്ക് ഇവിടെ ഒന്നുമില്ല. അതെന്താ മോളിക്കുട്ടി നീ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഞാൻ നിനക്ക് വേണ്ടിയല്ലേ ഇന്നലെ ആ പാട് മുഴുവൻ കഴിച്ചത്. എന്നെ കുറിച്ചുള്ള അഭിപ്രായമൊക്കെ അപ്പച്ചനും അമ്മച്ചിക്കും പോയിരിക്കുക. നമ്മുടെ പ്രശ്നങ്ങളൊക്കെ അവർ അറിഞ്ഞു വരുമ്പോഴെങ്കിലും പറയണം, അല്ലെങ്കിൽ മിക്കായലി ചേട്ടൻ എന്നോട് സംശയം തോന്നും. പ്രശ്നങ്ങളോ? എന്ത് പ്രശ്നങ്ങള്? അല്ല, നമ്മൾ തമ്മിലുള്ള ഈ ബന്ധമേ. നമ്മൾ തമ്മിൽ ഒരു ബന്ധവുമില്ല. നമ്മൾ തമ്മിൽ എന്തുവാ ബന്ധം? ചുമ്മാ കളിതമാശ പറയാതെ മോളിക്കുട്ടി. നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങി പോകുന്നുണ്ടോ മനുഷ്യ? മോളിക്കുട്ടി, താൻ ഇവിടുന്ന് ഇറങ്ങി പോകുന്നുണ്ടോ? അല്ല, ഞാൻ ഇവിടെ കിടന്ന് വിളിച്ചു കൂവ. മോളിക്കുട്ടി നീ എന്റെ നീ എന്നെ കാണിക്കുന്നേ? അയ്യോ നാട്ടുകാരെ, ഓടി വായോ. ഒരു രത്തന്റെ കല്യാണ പ്രായം തെളിഞ്ഞിരിക്കുന്ന ഒരു പെണ്ണിനെ ബലാത്കാരം ചെയ്യുന്നേ. എന്റെ നാട്ടുകാരെ ഓടി വരുന്നേ, എല്ലാവരും വരുന്നേ. എന്റെ പൊന്ന നാട്ടുകാരെ വരുന്നേ. മോളെ, മോളിക്കുട്ടി, എന്റെ കർത്താവേ, എന്റെ കുഞ്ഞിന് നിന്നെ പറ്റി. ആ കാല് മടങ്ങിയത് എന്തിയെ? എടാ, ഇന്ന് വരെ ദൈവത്തിന് നിരക്കാത്തൊരു വർത്താനം പറയാത്ത നാവായത്. എന്നാലും നിന്നെ അത് വിളിക്കാതെ എന്റെ ചൊറിച്ചിൽ മാറത്തില്ല. എടാ കള്ള പൊലയാടി മോനെ, ഇറങ്ങടാ എന്റെ വീട്ടിൽ നിന്ന്. ഏലിയാമ്മേ, കൊലപാതകം പാവമാണ് ഏലിയാമ്മേ. സ്വന്തം പെമ്മക്കളെ ബലാത്കാരം ചെയ്യുന്നതിന്റെ അടുത്ത് അന്നോടോ തന്റെ ഒരു വേദോപദേശം? പോടോ, വിടോ, കൊല്ലിക്കാനവന്. ഇറങ്ങണ പള്ളി പുറത്ത്. എന്റെ ആങ്ങളെ നിനക്ക് അറിയാമല്ല. നിന്നെയൊക്കെ കൊടി കെട്ടി ചട്ടമ്പി വരാടാ. അവന്റെ ഒരു എടാ നായി, നിന്റെ പൊടി പോയിട്ട് ദേഹത്തിന് എല്ലി പോലും കാണാലടാ. മാറി ആ കാഞ്ഞിരപ്പള്ളി പാപ്പനെ ഇടിച്ചൊതുക്കാൻ പറയടാ. നീ എല്ലാം തകഞ്ഞ് എന്റെ കുടുംബങ്ങൾക്ക് അടിച്ചു പൊളിക്കടാ. അയ്യോ അമ്മച്ചേ. ഏതായാലും ചെയ്ത്തിത്തിരി കടുത്തുപോയി. മൂർഖനെയാ നോവിച്ചു വിട്ടത്. മൂർഖനെയാണ് നോവിച്ചു വിട്ടതെന്ന് അറിയാളിയാ. അത് പിന്നെ കുഴപ്പമില്ല. തല്ലിയവരും തല്ലുകൊണ്ട് ഒരു മൂർഖന്മാരായതുകൊണ്ട് വലിയ ഏനക്കേട് വരില്ല. എടാ ഉപ്പ് കണ്ടം കോര കഴിവരണ മോനെ, ഇറങ്ങി വാടാ.
വേണ്ട പ്രിൻസിപ്പലെ വേണ്ട. വിടാം. പ്രിൻസിപ്പാള് ഏത് പ്രിൻസിപ്പാള്? ഏത് കോളേജ്? ഞാൻ കോട്ടയം കുളിച്ചാടാ കേടി. പ്രിൻസിപ്പാള് അതൊക്കെ പണ്ട് 4ാം ക്ലാസ്സിൽ ഡ്രില്ലുള്ളതിനെ പ്രിൻസിപ്പാളെന്ന് വിളിക്കുന്ന കഴിവട മോനെ. നീ മേടിക്കും. ഇറങ്ങി വാടാ കോര കഴിവട മോനെ. എടാ പാപ്പി, അപ്പി, മാത്ത, പോത്ത, എവിടാ നിന്റെ ചേട്ടൻ? ചത്തോടാ. ഇറക്കി വിടാ അവനെ. ഇന്ന് അവന്റെ കുടലെടുത്ത് മപ്പാസ് അടിച്ചിട്ട് തന്നെ കാര്യം. കോട്ടയം കുഞ്ഞത്തിനെ തല്ലാൻ ചങ്കുറപ്പുള്ള ഏത് ഉപ്പുകണ്ണൻ ചട്ടമ്പിയാണോ ഉള്ളത്? കണ്ണി മണ്ണ് വാരിട്ടിട്ടുള്ള ആമ്പിള്ളേർ തല്ലുന്നേ. ഇതിന്റെ പൂഴിക്കിടങ്ങനടിയോ? നീ തച്ചോളിയോ? എന്റെ പല കഴിവടാ മോനെ. ഇറങ്ങി വരികയല്ലടാ, ഇറങ്ങി വരികയല്ല. എനിക്കറിയാം നീയൊക്കെ 8ഉം 10ഉം പേരും കൂടി ഓർക്കാപ്പുറത്ത് വന്ന് തല്ലും. നിന്റെ വീട്ടുമുറ്റത്താടാ നിൽക്കുന്നേ. ധൈര്യം കൊണ്ട് ആരാണ് ഇറങ്ങി വാടാ ഓരോ കഴിവേറി. ഏലിയമ്മേ, നിന്റെ ചുന്നരി മോളെ ഇങ്ങോട്ട് പറഞ്ഞു വിടറി. നിന്റെ മോള് അവള് പറഞ്ഞിട്ടാ ഞാൻ ആ കിഴക്കൻ മലയെന്ന് വന്ന കൊരങ്ങനെ അവമാനിച്ചു വിട്ടത്. എന്നിട്ട് നേരം വെളുത്തപ്പം കാല് മാറി. കള്ള കഴിവളുടെ മോള്. എന്നെ പറ്റിച്ചവളെ ഞാൻ വെറുതെ വിടാൻ പോടില്ല. എടി ഏലിയമ്മേ, നിന്റെ പെമ്മക്കള് രണ്ടും എന്റെ കൈ കിടന്ന് പിടയ്ക്കും. എന്റെ തള്ളള പ്രായമുണ്ട് നിനക്ക്. എന്നാലും പറയാ, നീയും എന്റെ കൈ കിടന്ന് പിടക്കൂടി. എടാ ഊറിയ പുള്ളിയോളെ മീക്കായേ, നീ ചെവിയെ നുള്ളിക്കോ. 8 ദിവസം നീ ഒന്നും ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കത്തില്ല. കോട്ടയം കുഞ്ഞച്ചനാണാ പറയുന്നേ. എടീ മോളെ, മോളിക്കുട്ടി, നീ നിന്റെ തന്തയ്ക്കും അമ്മാച്ചന്മാർക്കും വേണ്ടി പള്ളിയിൽ പോയി മരണവാപ്പീസ് ചെല്ലിക്കോടി. വരടാ മോളെ. പ്രിൻസിപ്പലെ കോട്ട എവിടെ കിടക്കുന്നു? ഉപ്പ് കണ്ട എവിടെ കിടക്കുന്നു? കുഞ്ഞച്ചനോടാ കളി. അടിയും തടിയും മരത്തെ കയറ്റം പിടിച്ചടാ കുഞ്ഞ. ചേച്ചി, എന്തിനാ ചേച്ചി ഇങ്ങനൊരു കള്ളം പറഞ്ഞത്? കണ്ടില്ലേ എന്തെല്ലാം പുലിവാലുകളാണ് അതിന്റെ പുറകെ. ചേച്ചിയുടെ മനസ്സിലെന്താ? എനിക്ക് ആ ജോയിക്കുട്ടിയെ ഇഷ്ടമാണ്. എങ്കിലും അത് നേരത്തെ അങ്ങ് എല്ലാരോടും പറഞ്ഞൂടായിരുന്നോ? ഇത്രയ്ക്കൊരു വളഞ്ഞ വഴി വേണ്ടിയിരുന്നോ? ഞാനാരോടും പറയാൻ പോണില്ല. പാവം കുഞ്ഞച്ചൻ ചേട്ടൻ എന്താശയായിരുന്നു. ചേച്ചിക്ക് വേണ്ടിട്ടാ കുഞ്ഞച്ചൻ ചേട്ടൻ ഈ ബഹളമൊക്കെ ഉണ്ടാക്കിയത്. എന്നിട്ടും എനിക്ക് ആ മനുഷ്യനോട് ഒരു വിരോധവും തോന്നില്ല. പാവം. മികായിലേക്കാ എന്താ? നിങ്ങളുടെ തോട്ടത്തെ ആരോ തീയിടുന്നു. ആ കോട്ടയം കുഞ്ഞച്ചനാണെന്നാ തോന്നുന്നത്. എന്റെ കർത്താവേ. പ്രിൻസിപ്പളെ കൊന്നു. ആരെ? ഇപ്പൊ എന്റെ ചേട്ടൻ മികാലേനെ കൊന്നു. എവിടെ? അവിടെ തോട്ടത്തിലാരോ തീയും വെച്ചു. പ്രിൻസിപ്പൽ എങ്ങോട്ടെങ്കിലും ഒന്ന് മാറിയിരിക്കണം. ഞാനോ? ഞാനെന്തിനാണ് മാറി നിൽക്കുന്നേ? എന്ന് വെച്ചാ പ്രിൻസിപ്പലല്ലേ അവിടെ കിടന്ന് അലമ്പുണ്ടാക്കിയത്. അതിന് ചേട്ടാ ഇത് വലിയ പുലിവാലായല്ലോ. എടാ അലമ്പുണ്ടാക്കിട്ട് ഞാൻ നേരെ ഇങ്ങോട്ടല്ലേടാ പോകുന്നത്. എന്റെ കുഞ്ഞച്ചൻ ചേട്ടാ, അതൊക്കെ കോടതിയിൽ പറയാൻ പറ്റൂ. പോലീസ് ചേട്ടനെ തിരക്കി ഇവിടെ വരും. ഒന്ന് മാറിയിരുന്നു. നേരാ കുഞ്ഞച്ചാ, കുറച്ച് ദിവസം മാറി നിൽക്കും. പറയുന്ന ഏക്ക് പ്രിൻസിപ്പലെ. എവിടെടാ കുഞ്ഞച്ചൻ? എനിക്കറിയില്ല സാറേ. ഒരെണ്ണം കഴിഞ്ഞ് ഇറങ്ങിയതേ ഉള്ളൂ. കഴിവേറെ മോനെ. എവിടാവൻ? ഇങ്ങോട്ട് വന്നാൽ അരിഞ്ഞ എല്ലാത്തിനെയും കൊന്നുകളയും. അമ്മേ
ഈ ലോകത്തെവിടെയും നിയമമുള്ളതാ, വഴി നടക്കാൻ ഇടം കൊടുത്തോളവും. ഇതുവഴി ഞങ്ങൾ വഴി നടക്കും, ഞങ്ങളുടെ വണ്ടി ഓടിക്കും. തടയാൻ വന്നാ ഉണ്ടല്ലോ, നിന്റെ മറ്റവൻ അയച്ചിടത്തേക്ക് നിന്നെ അയക്കും. എല്ലാറ്റിനെയും കെട്ടിക്കാറായ പെമ്പിള്ളേരെ വെച്ച് ചട്ടമ്പി കളിക്കുന്നോടി കഴിവാണോ മോളെ?